സ്വകാര്യ ബസ്സുകൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് ബസ് സർവീസുകളുള്ള കൊച്ചി നഗരത്തിൽ വിരലിൽ എണ്ണാവുന്ന സ്റ്റോപ്പുകൾ മാത്രം. സീബ്ര ലൈനുകളുടെ കാര്യവും വ്യത്യസ്തമല്ല. അപകടം പതിയിരിക്കുന്ന പൊട്ടിപ്പൊളിഞ്ഞ സ്ലാബുകളുള്ള നടപ്പാതകളും കൂടിയാകുമ്പോൾ ദുരിതം പൂർണ്ണം. AC ബസ്സുകൾ കൊച്ചി നഗരത്തിലൂടെ രാജകീയ യാത്ര തുടങ്ങിയെങ്കിലും പൊരിവെയിലത്തുള്ള യാത്രക്കാരുടെ കാത്തുനിൽപ്പിന് മാത്രം മാറ്റമില്ല. മെട്രോ എന്ന് അഭിമാനിക്കുന്ന നഗരത്തിന്റെ നാണക്കേടാണ് മേൽക്കൂരയില്ലാത്ത നഗര ബസ് സ്റ്റോപ്പുകൾ. കൊച്ചി നഗരത്തിൽ ദിനംപ്രതി സർവീസ് നടത്തുന്നത് ആയിരക്കണക്കിന് ബസ്സുകൾ. സമീപ ജില്ലകളിൽ നിന്ന് വിവിധ ആവശ്യങ്ങൾക്കായി നഗരത്തിൽ വന്നുപോകുന്നവരുടെ എണ്ണം ഇതിന്റെ 4 ഇരട്ടിയും. പക്ഷേ സംസ്ഥാനത്തെ വാണിജ്യ തലസ്ഥാനം കൂടിയായ നഗരത്തിന്റെ പ്രധാന ജംഗ്ഷനുകളിലൊന്നും കാത്തിരിപ്പ് കേന്ദ്രങ്ങളില്ല. കത്തുന്ന ചൂടിൽ പൊരിവെയിലത്ത് നടു റോഡിൽ കാത്തു നിൽക്കാനാണ് നഗരയാത്രികരുടെ വിധി. MG റോഡിലെ തിരക്കേറിയ കേന്ദ്രങ്ങളിലും അറ്റ്ലാന്റിസ് ഹൈക്കോർട്ട് ജംഗ്ഷനുകളിലുമെല്ലാം സ്ഥിതി ഒന്നുതന്നെ. മഴ വന്നാൽ നനഞ്ഞു നിന്നത് അവിടെ പോയാൽ ഞങ്ങൾ നിൽക്കണത്. അത് ഇവിടെ അത് അങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വലിയൊരു ഉപകാരമായിരുന്നു. ഈ ഉച്ചനേരത്തേക്ക് ഇവിടെ വന്ന് നിൽക്കാനേ പറ്റില്ല. വെയിൽ ഒരു തണൽമരം പോലും ഇല്ല ഈ സൈഡിൽ. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. മരം ഉണ്ടെങ്കിൽ മരത്തിനടിയിലും പോയി നിൽക്കുക. ഇത് അതുമില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. സ്റ്റോപ്പുള്ള സ്ഥലങ്ങളിൽ ബസ്സുകൾ നിർത്തുന്നത് തോന്നിയ പോലെ. നിലവിലുള്ള ബസ് സ്റ്റോപ്പുകളാവട്ടെ ഒന്നിരിക്കാൻ പോലും സൗകര്യമില്ലാത്തവ. പലതിന്റെയും മേൽക്കൂരകൾ മഴക്കാലമാകുമ്പോഴേക്കും ചോർന്നൊലിക്കും. സ്റ്റോപ്പ് വേണം. അതുപോലെ നമുക്കൊരു സ്റ്റാൻഡ് ഉണ്ടെങ്കിലല്ലേ കുട്ടികളൊക്കെ ആയിട്ട് മഴയാണെങ്കിലും വെയിലായാലും നിൽക്കാൻ പറ്റുള്ളൂ. അത് ബസ് സ്റ്റാൻഡില്ല. ഞങ്ങൾ കുട ചൂടി നിൽക്കും. ചിലപ്പോൾ മഴ പെയ്താൽ മഴ ചാറ്റുള്ള ആ സൈഡിലും ഇല്ല, ഈ സൈഡിലും ഇല്ല. പിന്നെ അരമണിക്കൂർ വേണം ബസ് കാത്തു നിൽക്കണമെങ്കിൽ തന്നെ. അവർ ഓട്ടോയ്ക്ക് അവർ ഓടി അങ്ങോട്ട് പോവുകയും ചെയ്യും. നടു റോഡിൽ കാത്തു നിൽക്കുന്ന യാത്രക്കാരുടെ മേൽ ബസ്സുകൾ ഇടിച്ചു കയറിയുണ്ടായ അപകടങ്ങളുടെ എണ്ണം ചെറുതല്ല. പരസ്പരം പഴിചാരുന്നതല്ലാതെ നഗരസഭയും പൊതുമരാമത്ത് വകുപ്പും മുന്നറിയിപ്പുകൾ അവഗണിക്കുകയാണ്. കണ്ണും കാതുമില്ലാതെ പാഞ്ഞെത്തുന്ന സ്വകാര്യ ബസ്സുകൾക്ക് മുൻപിൽ ജീവൻ പണയം വെച്ചാണ് നഗരവാസികൾ നിരത്തിലിറങ്ങുന്നത്. സുരക്ഷിതമായ യാത്രാ സൗകര്യങ്ങൾ ഒരുക്കാൻ പോലും പറ്റാത്ത തരത്തിൽ അരക്ഷിതമാണ് നമ്മുടെ മെട്രോ നഗരം. ക്യാമറാമാൻ രമേശ് മണിക്കൊപ്പം മീറ്റു മാത്യു,